ഡോക്ടർ ഐസക്, താങ്കൾ പറഞ്ഞു ചരിത്രത്തെ ഇവിടെ പലതവണയാണ് വളച്ചൊടിച്ചത് എന്ന്. അത് കൃത്യമായി തന്നെ അറിയാം. നമുക്ക് നമ്മുടെ വിദ്യാഭ്യാസത്തിൽ കുട്ടികൾക്ക് പകർന്നു നൽകിയതാകട്ടെ, എല്ലാത്തിലും ഇത്തരത്തിൽ ചില ലക്ഷ്യങ്ങൾ വച്ചുകൊണ്ട് ചരിത്രകാരന്മാർ ഒരു വിഭാഗമെങ്കിലും രാമജന്മഭൂമിയെയും തർക്കമന്ദിരത്തിനെയും ഒക്കെ എത്രത്തോളം വളച്ചൊടിക്കാമോ ആ ഒരു രീതിയിൽ വളച്ചൊടിച്ചുകൊണ്ടായിരുന്നു അവരുടെ ഇക്കാലത്തെ അത്രയും പ്രവർത്തനം. പക്ഷേ അതൊക്കെ നിഷ്പ്രഭമാകുന്ന കാഴ്ചയാണ് ഇപ്പോൾ കാണാൻ സാധിച്ചത്. സത്യം മറനീക്കി പുറത്തു വന്നു. നീതിന്യായ വ്യവസ്ഥ എല്ലാ അംഗീകാരവും നൽകി. ഇനി ഒരു തരത്തിലും യാതൊരു വളച്ചൊടിക്കലുകൾക്കും പ്രസക്തിയില്ല എന്ന് തന്നെയല്ലേ നമുക്ക് മനസ്സിലാക്കേണ്ടത്. അത്തരത്തിലുള്ള പഠനങ്ങൾ തന്നെയല്ലേ ഇനിയുള്ള യുവത്വത്തിലേക്ക് നമുക്ക് എത്തിക്കേണ്ടത്. ഒരിക്കലും ഒരു തിരിച്ചുപോക്ക് ഉണ്ടാവില്ല. ഞാൻ നേരത്തെ ആദ്യം പറഞ്ഞു അരവിന്ദ മഹർഷി, അദ്ദേഹം സാധാരണ ഒരു രാഷ്ട്രീയക്കാരനല്ല. ഒരു രാഷ്ട്രീയക്കാരൻ സന്യാസിയായിട്ട് വീണ്ടും ഒപ്പം രാഷ്ട്രീയവും നിലനിർത്തിക്കൊണ്ട് കൊടുത്ത ഒരു വ്യക്തി അരവിന്ദ മഹർഷി. അദ്ദേഹം ഉത്തരപാദ പ്രസംഗത്തിലാണ് പറഞ്ഞത്, ഈ വരാൻ പോകുന്ന സഹസ്രാബ്ദം, അതായത് 47-ലാണ് അദ്ദേഹം പറയുന്നത്. അപ്പൊ ഈ 47-ന് ഒരു 53 വർഷം കഴിഞ്ഞ് വരാൻ പോകുന്ന പ്രവചനം നടത്തിയത്. അദ്ദേഹം പറഞ്ഞത് ഭാരതത്തിന്റെ സഹസ്രാബ്ദമാണ്, ഭാരതം ലോകത്തിന്റെ ഗുരുസ്ഥാനത്തേക്ക് ഉയർത്തപ്പെടാൻ പോകുന്നു എന്നാണ് പറഞ്ഞത്. ഓരോ രംഗത്ത് നമുക്കറിയാം, സാറ്റലൈറ്റ് രംഗത്താണെങ്കിലും സാമ്പത്തിക രംഗത്ത് ലോകത്തിലെ 3ാമത്തെ സാമ്പത്തിക ശക്തിയായി മാറിയിരിക്കുക, നമ്മൾ 4ാമത്തെ സൈനിക ശക്തിയായി മാറിയിരിക്കുകയാണ്. അങ്ങനെയുള്ള വലിയൊരു മുന്നേറ്റമാണ്. ആ കുതിപ്പാണ്. ആ കുതിപ്പിനെ ആർക്കും തടഞ്ഞു നിർത്താൻ ഒക്കത്തില്ല. അതുപോലെ തന്നെ ഈ രാമജന്മഭൂമിക്ക് വേണ്ടി ഈ 90-ൽ വിശ്വഹിന്ദു പരിഷത്ത് തുടങ്ങുന്നതിന് എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് ആളുകൾ പ്രക്ഷോഭണം നടത്തിയിട്ടുണ്ട്, നിരവധി പ്രക്ഷോഭണം നടത്തി. അങ്ങനെയാണ് ബ്രിട്ടീഷുകാർ ഇത് അടച്ചിടാൻ തന്നെ തീരുമാനിച്ചത്. ബ്രിട്ടീഷ് പീരീഡിൽ ഇത് അടച്ചിടാൻ തീരുമാനിക്കുക, അങ്ങനെയാണ്. പലതവണയും അവിടെ പുനഃപ്രതിഷ്ഠ നടത്തിയിട്ടുണ്ട്. അതൊക്കെ അവർ വന്ന് നശിപ്പിക്കും. എന്നാലും കെട്ടടങ്ങില്ല. വീര്യം കെട്ടടങ്ങാതെ കാത്തു സൂക്ഷിക്കുന്ന ഒരു സമൂഹമാണ് ഭാരതീയർ. അവരുടെ ജീനുകൾ അങ്ങനെയാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. പ്രതിബന്ധങ്ങളെ അതിജീവിച്ച് മാത്രമാണ് ഇന്നോളം നമ്മൾ എത്തിയിരിക്കുന്നത്. ആ പ്രതിബന്ധത്തിൽ ഇനിയും വരാൻ പോകുന്ന ചെറിയ പ്രശ്നങ്ങൾ പൊട്ടിച്ചിട്ടുള്ള ഒരു പ്രശ്നമല്ല. ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചെയ്യാറുണ്ട്, ഇനിയും ചെയ്യും. യാതൊരു സംശയവുമില്ല, ഒരു ലോകത്തിലെ തന്നെ എല്ലാവർക്കും അസൂയ ഉളവാക്കുന്ന ഒരു രാഷ്ട്രമായിട്ട് ബ്രിട്ടനൊക്കെ വളർന്ന നല്ലവരെയും ചൂഷണം ചെയ്താണ്. ബ്രിട്ടനും അമേരിക്കയും സോവിയറ്റ് യൂണിയനും ഒക്കെ രാജ്യങ്ങളെ ചൂഷണം ചെയ്തിട്ടാണ് വളർന്നത്. നമ്മൾ ചൂഷണം ചെയ്യാതാണ്. നമ്മള് നേരെ പോയി കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ഒരു ധർമ്മം. ധാർമ്മിക അടിത്തറയാണ് നമുക്കുള്ളത്. ആ ധാർമ്മിക അടിത്തറയ്ക്ക് ഒരു ഭംഗവും വരാതെ ഭാരതം മുന്നേറും, യാതൊരു സംശയവുമില്ല. ഈ വരാൻ പോകുന്ന ഇനി അടുത്ത കാശിയും അതുപോലെ മധുരയുമാണ്. അതുപോലെ നിരവധി ക്ഷേത്രങ്ങൾ, ചെറിയ ചെറിയ മലബാറിലൊക്കെ ധാരാളം ക്ഷേത്രങ്ങൾ തകർന്നടിഞ്ഞ് കിടപ്പുണ്ട് ടിപ്പുവിന്റെ പടയോട്ട കാലത്ത്. അപ്പൊ അങ്ങനെ ഓരോ സ്ഥലത്തുകളിലും ഈ മതഭ്രാന്തന്മാര് ആയ ഈ ഭരണാധികാരികള് നേതൃത്വം കൊടുത്ത് തകർത്ത ക്ഷേത്രങ്ങളുണ്ട്. നമ്മൾ ഒരിടത്തും ക്ഷേത്രങ്ങൾ നശിപ്പിച്ചിട്ടില്ല. ഭാരതത്തിലെ പാരമ്പര്യമുണ്ട്. ഇന്തോനേഷ്യയിലും ജാവായിലും ഒക്കെ നമ്മൾ ആധിപത്യം പുലർത്തിയതാണ്. നമ്മുടെ ശ്രീലങ്കയിൽ രാമൻ ചെന്നതാണ്. ചെന്നിട്ട് ഒന്നും അവരെ നശിപ്പിച്ചില്ല. പകരം പെറ്റമ്മയും മാതൃഭൂമിയും സ്വർഗത്തെക്കാളും ശ്രേഷ്ഠമാണെന്ന് തിരിച്ചു പോരുക ചെയ്തു അദ്ദേഹം. അങ്ങനെയുള്ളൊരു മഹത്തായ പാരമ്പര്യം നമുക്കുണ്ട്. ആ പാരമ്പര്യത്തിന്റെ അരക്കിട്ടുറപ്പിക്കലാണ് ഇപ്പൊ നടത്തിയിരിക്കുന്നത്. അതിനി മുന്നേറാൻ പോകുന്നു. നമുക്ക് കാത്തിരുന്ന് കാണാം. അതെ, തീർച്ചയായും. വളരെ നന്ദി ഡോക്ടർ CI ഐസക്, ഇത്രയും സമയം ഞങ്ങളോടൊപ്പം ഉണ്ടായിരുന്നതിന്.